Hi students, now we are going to discuss unit 4, that is values for sustainable development. Education for sustainable development is fundamentally about values with respect to at the center. So education എന്ന് പറയുന്നത് sustainable development വേണ്ടിയിട്ടുള്ള ഒരു education എന്ന് പറയുന്നത് it is related to values ആണ്. Education and search for sustainable future. യുനെസ്കോന്റെ അഭിപ്രായ പ്രകാരം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഫണ്ടമെന്റലി അബൌട്ട് വാല്യൂസ്. അതുകൊണ്ടാണ് നമുക്ക് വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ വാല്യൂസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പഠിക്കാനുള്ള കാരണം. ഓക്കെ, സോ എഡ്യൂക്കേഷൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സോ വാട്ട് ഈസ് സസ്റ്റൈനബിൾ വാല്യൂസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് നെക്സ്റ്റ് ടോപ്പിക്. സോ വാട്ട് ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്? സോ as per the report of World Commission, this is the line, as per the report of the World Commission on Environmental and Development in 1987, sustainable development is the development which meets the needs of the present generation without compromising the ability of future generations to meet their own needs. സോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? സോ ആസ് പെർ ദ റിപ്പോർട്ട് ഓഫ് വേൾഡ് കമ്മീഷൻ ഓൺ എൻവിയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്, വേൾഡ് കമ്മീഷൻ ഓൺ എൻവിയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്രകാരം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഈസ് ദ ഡെവലപ്മെന്റ് വിച്ച് മീറ്റ്സ് ദ നീഡ്സ് ഓഫ് ദ പ്രസന്റ് ജനറേഷൻ. സോ വിച്ച് മീറ്റ്സ് ദ നീഡ്സ് ഓഫ് ദ പ്രസന്റ് ജനറേഷൻ വിതൗട്ട് കോംപ്രമൈസിംഗ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ. നമ്മുടെ ഇപ്പോഴത്തെ പ്രസന്റ് ജനറേഷന്റെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നു, അതേപോലെ തന്നെ ഫ്യൂച്ചർ ജനറേഷന്റെ നീഡ്സിന് അല്ലെങ്കിൽ എബിലിറ്റി ടു ഒരു കോംപ്രമൈസും ചെയ്യാത്ത രീതിയിൽ അവരുടെ നീഡ്സും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സോ ആസ് പെർ ദ റിപ്പോർട്ട് ഓഫ് ദ വേൾഡ് കമ്മീഷൻ ഓൺ എൻവിയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് 1987, sustainable development is the development which meets the needs of the present generation without compromising the ability of future generation to meet their own needs. And education is identified as the most effective means of ensuring sustainable development. Sustainable development ഉറപ്പുവരുത്താൻ നമ്മുടെ സൊസൈറ്റിയുടെ ഇപ്പോഴത്തെ നീഡ്സും അതേപോലെ ഫ്യൂച്ചർ നീഡ്സും സാറ്റിസ്ഫൈ ചെയ്യുക, അല്ലെ, വിത്ത് നെക്സ്റ്റ് ജനറേഷൻ യാതൊരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ നമ്മുടെ നീഡ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ ആണ് അറിയപ്പെടുന്നത്. സോ എഡ്യൂക്കേഷൻ ഈസ് ഐഡന്റിഫൈഡ് ആസ് ദ മോസ്റ്റ് എഫക്റ്റീവ് മീൻസ് ഓഫ് എൻഷുറിംഗ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എൻഷുർ ചെയ്യാൻ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എഡ്യൂക്കേഷൻ ആണ്. സോ ഇത് ഷോർട്ടായിട്ട് as per the report of the World Commission on Environment and Development 1987, sustainable development is the development which meets the needs of the present generation without compromising the ability of future generation. So present generation need satisfy ചെയ്യുന്നു without compromising the ability of future generation to meet their own needs. And education is identified as the most effective means of ensuring sustainable development. So sustainable development നമുക്ക് എങ്ങനെ ഉറപ്പുവരുത്താം? എഡ്യൂക്കേഷനിലൂടെ നമുക്ക് ഉറപ്പുവരുത്താം. And UN therefore declared 2005-2014 as the decade for education for sustainable development. 2005 മുതൽ 2014 വരെ ഒരു ഡിക്കേഡ് ഫുള്ള് എന്തിനു വേണ്ടി മാറ്റിവെച്ചു? എഡ്യൂക്കേഷൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ നാച്ചുറൽ പ്രകൃതി എല്ലാം നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സോ അതിന്റെ കൂടുതൽ എക്സ്പ്ലനേഷൻ നോക്കാം. Intensification of agricultural activities, rapid industrialization and increasing use of non-renewable energy are being carried out to fulfill the needs of the million. So ഇവിടെ നമ്മുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് കൂടുതലായിട്ട് ചെയ്യുന്നു. റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, ഇൻക്രീസിംഗ് യൂസ് ഓഫ് നോൺ റിന്യൂവബിൾ എനർജി. നോൺ റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചു ലഭിക്കാൻ സാധ്യതയില്ലാത്ത എനർജി സിസ്റ്റം, അതായത് നമുക്ക് കൽക്കരി,
പെട്രോളിയം ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് വീണ്ടും കിട്ടാനുള്ള സാധ്യതയില്ല. സോ അങ്ങനെ പ്രകൃതിയിൽ വരുന്ന റിസോഴ്സസ് എല്ലാം നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. മില്യൺസ് ആണ് അല്ലേ, ജനസംഖ്യ വളരെ കൂടുതലാണ്. അപ്പോൾ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ട് ഇൻഡസ്ട്രിയലൈസേഷനും അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസും ഒക്കെ ചെയ്യുന്നുണ്ട്. സോ എ ഹെവി പ്രൈസ് and these activities are taken heavy toll on both the natural as well as social environment. So ഇതിന്റെ ഫലമായിട്ട് നമ്മുടെ സോഷ്യൽ എൻവയോൺമെന്റും നാച്ചുറൽ എൻവയോൺമെന്റിനെ ഒക്കെ ബാധിക്കുന്നുണ്ട്. സോ heavy price is being paid in terms of environment degradation and continuing socio economic marginalization. So നമ്മൾ ഇതിനൊക്കെ വേണ്ടി ഒരുപാട് പ്രൈസ് നൽകേണ്ടി വരും. ഇങ്ങനെ നമ്മൾ പ്രകൃതിയെ മിസ്യൂസ് ചെയ്യുന്നത് കാരണം നമുക്ക് ഒരുപാട് പ്രൈസ് നൽകേണ്ടി വരും. അപ്പോൾ പലരുടെ അഭിപ്രായ പ്രകാരം മാത്തൂർ ആൻഡ് പാൽ, man is wasteful by nature and now his waste are beginning to bury him. നമ്മൾ പ്രകൃതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, മിസ്യൂസ് ചെയ്തുകൊണ്ട് എന്ത് സംഭവിക്കുകയാണ്, ഇപ്പം നമ്മൾ ആ വേസ്റ്റ് കൊണ്ട്, മനുഷ്യനുണ്ടാക്കിയിട്ടുള്ള വേസ്റ്റ് കൊണ്ട് നമ്മളെ തന്നെ കുഴിച്ചിടേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. വേസ്റ്റ് മനുഷ്യൻ എന്ത് ചെയ്യാണ്, നാച്ചുറിനെ വേസ്റ്റ് ചെയ്തുകൊണ്ട് അല്ലേ, ഉപയോഗിച്ചുകൊണ്ട്. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യാണ്, നമ്മൾ എന്ത് സംഭവിച്ചു, ഇപ്പോ നമ്മുടെ വേസ്റ്റ് ഇപ്പൊ എന്താണ്, ബറി ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തി. നമ്മളെ തന്നെ ബറി ചെയ്യുന്ന രീതിയിൽ നമ്മുടെ വേസ്റ്റുകൾ കൂടി വന്നു. സോ നമ്മുടെ എന്താ പറയുന്ന, നമ്മൾ എന്ത് ചെയ്തു, ഇപ്പൊ മനുഷ്യൻ എന്ത് ചെയ്തു എന്നാ പറഞ്ഞത്, ഹി വാസ് മെയ്ഡ് സെപ്റ്റിക് ടാങ്ക് ഓഫ് ലേക്ക്. തടാകങ്ങളും റിവേഴ്സും ഒക്കെ എന്താണ്, സെപ്റ്റിക് ടാങ്ക് ആയിട്ട് മാറി. ഫോർ അവർ insatiable needs, we have lost huge tracts of precious forest land, thousands of species. So നമ്മുടെ ഈ പറയുന്ന എൻവയോൺമെന്റൽ പൊല്യൂഷനെ കുറിച്ചും അതേപോലെ എൻവയോൺമെന്റൽ നമ്മൾ നശിപ്പിക്കുക, പ്രകൃതിനെ നശിപ്പിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഡീഫോറസ്റ്റേഷൻ നടത്തി അല്ലേ, ഒരുപാട് അഗ്രികൾച്ചർ ലാൻഡ് ഡിഗ്രേഡ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ എന്താ പറയുക, ഒരുപാട് ഫോറസ്റ്റ് ലാൻഡ് നമുക്ക് നഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി മാത്രമല്ല കൾച്ചറൽ ഡൈവേഴ്സിറ്റി കൂടി ഇത് എഫക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഒരുപാട് കോൺഫ്ലിക്റ്റും പ്രശ്നങ്ങളും ഇൻടോളറൻസ് ഇതൊക്കെ നമുക്ക് വരാൻ കാരണം എന്താണ്, നമ്മുടെ ഈ പറയുന്ന നമ്മുടെ മിസ്യൂസേജും ഒക്കെ കാരണം വന്നിട്ടുള്ള പ്രശ്നങ്ങളാണ്. So today there is a conscious regarding the notion that we are already at the brink of the impending disaster. അപ്പോൾ നമ്മളൊരു ഡിസാസ്റ്ററിന്റെ മുന്നിൽ തന്നെ നിൽക്കുന്നത്. The generation to come should inhabit on earth. അതായത് നമുക്ക് വരാൻ പോകുന്ന ജനറേഷനും കൂടി ഈ ഭൂമിയിൽ ജീവിക്കണം. സോ അത് മനസ്സിലാക്കാത്ത രീതിയിലുള്ള ഒരു ചൂഷണമാണ്, പ്രകൃതിനെ നമ്മൾ ചൂഷണം ചെയ്യാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇപ്പൊ വളരെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് മാറിയതാണ് എൻഷുറിങ് എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി. എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് മില്ലേനിയം ഗോൾ ആയിട്ട് മാറി. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ ആയിട്ട് മാറ്റിയതാണ് എന്ത്, ഈ പറയുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. സോ അങ്ങനെ എർത്ത് സമ്മിറ്റ് അറ്റ് റിയോ 1992 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ള ടേം ഒരു പ്രധാനപ്പെട്ട ഇതായിട്ട് മാറി. And the concept gained popularity since Brundtland Commission ഒക്കെ ശേഷം ഇതിന് വളരെ പോപ്പുലാരിറ്റി കിട്ടി. ഇനി എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, the ability of future generation, എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഈസ് ദാറ്റ് meet the needs of the present generation without compromising the ability of future generation to meet their own needs. അതായത് എന്താണ്, it is the ability of present generation, ഇപ്പോഴത്തെ ജനറേഷന്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്ത അതേപോലെ തന്നെ ഫ്യൂച്ചർ ജനറേഷന്റെ നീഡ്സ് കൂടി സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടുള്ള ഡെവലപ്മെന്റ് ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സോ ഇവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ഇറ്റ് ഇസ് എ വിഷൻ, നമ്മളിതൊരു വിഷൻ ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ. സോ ഒരു എഡ്യൂക്കേഷൻ ആണ് നമ്മൾ ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. എഡ്യൂക്കേഷനിലൂടെ മാത്രമേ നമുക്ക് എന്ത് നേടിയെടുക്കാൻ പറ്റൂ, ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നേടിയെടുക്കാൻ പറ്റും. Sustainable development is a vision of development that encompasses populations, animals,
and plant species, ecosystem, natural resources, and that integrate concerns such as poverty, gender equality, human rights, education for all, health, human security, intercultural dialogue, etc. അപ്പോൾ ഇവിടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, ഒരു വിഷൻ ഓഫ് ഡെവലപ്മെന്റ് ആണ്. അവിടെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലെ. അതായത് പോപ്പുലേഷന്റെ കാര്യം മാത്രമല്ല, ആനിമൽസ്, പ്ലാന്റ്സ്, സ്പീഷീസ്, ഇക്കോസിസ്റ്റം, നാച്ചുറൽ റിസോഴ്സസ്, അതേപോലെ തന്നെ കൺസേൺസ് സച്ച് ആസ് പോവർട്ടി, ജെൻഡർ ഇക്വാലിറ്റി, ഹ്യൂമൻ റൈറ്റ്സ്, എഡ്യൂക്കേഷൻ ഫോർ ഓൾ, ഹെൽത്ത്, ഹ്യൂമൻ സെക്യൂരിറ്റി, ഇന്റലക്ച്വൽ ഡയലോഗ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, സെക്യൂരിറ്റി, അതായത് നമ്മുടെ ജസ്റ്റ് ഒരു എന്താ പറയുക, പ്രകൃതിയുടെ കാര്യം മാത്രമല്ല, നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യം മാത്രമല്ല, ബാക്കി വരുന്ന സോഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിലൊരു വിഷൻ എന്ന് വരുന്നത് ജസ്റ്റ് ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഇതിനെ മാത്രമല്ല നോക്കുന്നത്, നമ്മുടെ ഇക്കോസിസ്റ്റം മാത്രമല്ല, ബട്ട് എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഒരു സാമൂഹ്യമായ ഡെവലപ്മെന്റ് കൂടി അതിൽ വരുന്നുണ്ട്. An ethical framework of sustainable development provides normative guidance and it can serve only one ultimate end, that is human happiness. So ഒരു ഫ്രെയിംവർക്ക്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഫ്രെയിംവർക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്, ഒരു ഗൈഡൻസ് നൽകുന്നുണ്ട്. എന്താണ് ആ ഗൈഡൻസ് എന്ന് പറയുന്നത്? സെർവ് ഓൺലി വൺ അൾട്ടിമേറ്റ്, നമ്മുടെ അൾട്ടിമേറ്റ് എൻഡ് എന്താണ്? ഹ്യൂമൻ ഹാപ്പിനെസ് ആണ് നമ്മുടെ അൾട്ടിമേറ്റ് എൻഡ്. ബട്ട് ഏർലിയർ ഹ്യൂമൻ ഹാപ്പിനെസ് വാസ് കൺസിഡർഡ് ടു ബി മെയിൻലി നാച്ചുറൽ വെൽത്ത്. അപ്പം നമ്മൾ പണ്ടത്തെ ഒരു ഹ്യൂമൻ ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ അത് നാച്ചുറൽ വെൽത്തിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ ഏതിനെ കുറിച്ചുകൂടി പറയുന്നുണ്ട്? നമ്മുടെ ഈ പറയുന്ന നാച്ചുറൽ വെൽത്ത് മാത്രമല്ല, ഈ പറഞ്ഞ ബാക്കി പല സോഷ്യൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടി നമ്മൾ ഉൾപ്പെടുന്നുണ്ട്. പക്ഷെ പണ്ട് നാച്ചുറൽ വെൽത്ത് ആയിരുന്നു മെയിൻ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ദ ഫ്രെയിംവർക്കിൽ നമ്മുടെ പഴയ സിസ്റ്റം എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ ഒരു പിക്ചർ വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞു പണ്ട് ഹ്യൂമൻ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ വെൽത്തിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞിട്ട്. ദിസ് ഈസ് ഡെപിക്റ്റഡ് ബൈ ദ മോഡൽ ഗിവൺ ബിലോ. അപ്പോൾ ഒരു മോഡൽ നമുക്ക് കാണിക്കുന്നുണ്ട് ദാറ്റ് റിലേറ്റ്സ് ടു നാച്ചുറൽ വെൽത്ത് ആസ് ദ അൾട്ടിമേറ്റ് മീൻസ്. നമ്മുടെ അൾട്ടിമേറ്റ് മീൻസ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും വലിയൊരു നമുക്ക് ഒരേ ഒരു സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറൽ വെൽത്ത് ആണ് ടു ഹ്യൂമൻ ഹാപ്പിനെസ്. ഹ്യൂമൻ ഹാപ്പിനെസ് ആണ് നമ്മുടെ എൻഡ് മീൻസും പറയും. എൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ലക്ഷ്യം ഹ്യൂമൻ ഹാപ്പിനെസ് ആണ്. അതിനുള്ള ഒരു വഴി, മാർഗമാണ് എന്ത്? നാച്ചുറൽ വെൽത്ത്. സോ അങ്ങനെ നമ്മളൊരു ഹെറാർക്കി ഓഫ് ഹ്യൂമൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, നമുക്കൊരു ഹെറാർക്കി ഇല്ലേ? ഹെറാർക്കി എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു പിരമിഡ് പോലെ. അപ്പൊ ഹ്യൂമൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഹെറാർക്കി നോക്കുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ വരുന്നുണ്ട്: ടെക്നോളജി, ഇക്കോണമി, പൊളിറ്റിക്സ്, എത്തിക്സ്. ഇതെല്ലാം കൂടി നോക്കുന്ന സമയത്ത് ഏതാണ് മെയിൻ ആയിട്ട് കണക്കാക്കുന്നത്? നാച്ചുറൽ വെൽത്ത് ആണ് മെയിൻ ആയിട്ട് കണക്കാക്കുന്നത്. സോ ഈ ഒരു മോഡലിൽ നമ്മൾ പറയുക ആന്ത്രോപോസെൻട്രിക് മോഡൽ എന്നാണ്. ആന്ത്രോപോസെൻട്രിക് മോഡൽ ആൻഡ് ഇറ്റ്സ് എ മിസ്ലീഡിംഗ് ആൻഡ് ദ ഫാക്ട് ഈസ് ഡേഞ്ചറസ് ഫ്രെയിംവർക്ക്. ഇതൊരു മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് ആണ്, അല്ലെങ്കിൽ ഒരു ഡേഞ്ചറസ് ഫ്രെയിംവർക്ക് ആണ്. ഇവിടെ എൻവിയോൺമെന്റ് കോൺസിക്വൻസസ്, അതിന്റെ ഫലമായിട്ടാണ് എന്ത് സംഭവിച്ചത്? എൻവിയോൺമെന്റൽ കോൺസിക്വൻസസ് വന്നിട്ട്. സോ ഒരു മിസ്ലീഡിംഗ് കൺസെപ്റ്റ് ആണ് ഈ പറയുന്ന ആന്ത്രോപോസെൻട്രിക് മോഡൽ. അതായത് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ ഹാപ്പിനെസിന് വേണ്ടിയിട്ടാണ് എന്ത്? ഈ പറഞ്ഞിട്ടുള്ള വെൽത്ത് മുഴുവൻ. അതായത് നാച്ചുറൽ വെൽത്ത് മനുഷ്യന് വേണ്ടി മാത്രമുള്ളതാണ്, ബാക്കിയുള്ളതെല്ലാം മനുഷ്യന് വേണ്ടിയിട്ടാണെന്നാണ് ഈ ഒരു കോൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത്. എല്ലാം ഹ്യൂമൻ ബീയിങ്സിന് വേണ്ടിയിട്ടുള്ളതാണെന്നാണ് ഈ ഒരു പറഞ്ഞത്. അപ്പൊ ഇവിടെ അൾട്ടിമേറ്റ് എൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാപ്പിനെസ് ആണ്. അതിനുള്ള വഴിയാണ് ഈ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ. സോ അതിൽ നാച്ചുറൽ വെൽത്ത് വരും, ഇക്കോണമി, പൊളിറ്റിക്സ്, എത്തിക്സ്, അങ്ങനെ ഒരു പിരമിഡ് വരുന്നുണ്ട്. സോ നാച്ചുറൽ വെൽത്ത് ആണ് നമ്മുടെ അൾട്ടിമേറ്റ് നമ്മുടെ മീൻസ് ആയിട്ട് കണക്കാക്കുന്നത്. ഇതാണ് ആ ഒരു പിരമിഡ് പോലെ കണക്കാക്കുന്നത്. A model being natural wealth as the ultimate means to human happiness. ഇവിടെ ഈ ഒരു മോഡലിൽ എന്താ പറയുന്നത്? സോറി, എ മോഡൽ റിലേറ്റിംഗ് ടു നാച്ചുറൽ വെൽത്ത് ആസ് ദ അൾട്ടിമേറ്റ് മീൻസ്. നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യമായിട്ട് എന്താ പറയപ്പെടുന്നത്? നാച്ചുറൽ വെൽത്ത് ആണ് ഇവിടെ അറിയപ്പെടുന്നത്. സോ ദിസ് ഈസ് ദ മോഡൽ. ഇത് പഴയൊരു മോഡലാണ്. സോ ദ സസ്റ്റൈനബിലിറ്റി പോസ്റ്റുലേറ്റ് റേറ്റ്സ് ഇൻട്രിൻസിക് വാല്യൂ ആസ് പ്രോസസ്ഡ് ആൻഡ് പ്രൊഡക്റ്റ്. ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? ഇവിടെ ഈ ഒരു സസ്റ്റൈനബിൾ പോസ്റ്റേഴ്സിൽ പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു നമ്മൾ എന്ത് ചെയ്യുന്ന പറയുന്നത്? നമ്മൾ നാച്ചുറൽ എൻവിയോൺമെന്റ്
ഇറ്റ് മീൻസ് അക്നോളജിങ് നമ്മൾ എല്ലാ ഇക്കോസിസ്റ്റത്തിനെല്ലാം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ദേ ഹാവ് ദ റൈറ്റ് ടു എക്സിസ്റ്റ്. അവർക്ക് ഇവിടെ റൈറ്റ് എക്സിസ്റ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. നമ്മൾ എന്താണ്, they should not be viewed as a source of resources but must be viewed as a life space. അവരെ ഒരിക്കലും നമ്മളൊരു സോഴ്സ് ഓഫ് റിസോഴ്സ് ആയിട്ട് കണക്കാക്കാൻ പാടില്ല. അവർ എക്സിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ ഫോർ ദോസ് ഹൂ ഫ്യൂച്ചർ വി ആർ റെസ്പോൺസിബിൾ. സോ ഓൺ വിച്ച് അവർ എക്സിസ്റ്റൻസ് ഡിപ്പെൻഡ്സ്, അതായത് ഇപ്പോൾ ഈ പറഞ്ഞ മറ്റുള്ള എല്ലാ ജീവജാലങ്ങളും മനുഷ്യനും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സോ മനുഷ്യന്റെ ജീവിതം നിലനിൽപ്പ് എന്ന് പറയുന്നത് ഈ പറയുന്ന എല്ലാ സ്പീഷീസുമായിട്ടും റിലേറ്റഡ് ആണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും മറ്റുള്ള സ്പീഷീസിനെ നമ്മുടെ ഒരു സോഴ്സ് ആയിട്ട് കണക്കാക്കാൻ പാടില്ല. നമ്മുടെ ഒരു എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് നമുക്കും അതിനോട് അവരുടെ ഫ്യൂച്ചറിനോട് നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? വി റെസ്പെക്ട് ദ നാച്ചുറൽ എൻവയോൺമെന്റ്. നമ്മൾ നാച്ചുറൽ എൻവയോൺമെന്റിനെ റെസ്പെക്ട് ചെയ്യണം. അക്നോളജിങ് ദ സ്പീഷീസ് ആൻഡ് ഇക്കോസിസ്റ്റത്തിന് ഫുള്ളായിട്ട് നമ്മൾ അക്നോളജ് ചെയ്തിരിക്കണം. With respect to human system, it means respecting the right to equitable treatment for all human beings. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഇക്വിറ്റബിൾ ട്രീറ്റ്മെന്റ് ചെയ്തിരിക്കണം എല്ലാ ഹ്യൂമൻ ബീയിങ്സുമായിട്ടും, അല്ലെ, എല്ലാവരുമായിട്ടും. വിത്തൗട്ട് അവരുടെ റിലീജിയൻ, ജാതി മതഭേദമന്യേ എല്ലാവരും ഒരുപോലെ കൺസിഡർ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ഫ്യൂച്ചർ സിസ്റ്റത്തിന് നോക്കുകയാണെങ്കിൽ റെസ്പെക്ടിങ് ദ റൈറ്റ് ഫോർ എക്സിസ്റ്റൻസ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ. നമ്മുടെ ഫ്യൂച്ചർ ജനറേഷന്റെ എക്സിസ്റ്റൻസ് കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. അതേപോലെ തന്നെ സ്പീഷീസ് എക്കോസിസ്റ്റം, that is we have borrowed, നമ്മളൊരു സ്ലോഗൻ മനസ്സിലുണ്ടായിരിക്കണം. we have borrowed the earth for our children. നമ്മൾ ഭൂമി എന്താണ് കടമെടുത്തിരിക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മുടെ ആരിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? ഫ്രം അവർ ചിൽഡ്രൻ, അല്ലെ, നമ്മുടെ കുട്ടികളിൽ നിന്ന് നമ്മൾ നമ്മുടെ എർത്ത് കടമെടുത്തു എന്നൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. അപ്പൊ ഇവിടെ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ നമ്മുടെ കൂടെ, നമ്മുടെ ഒപ്പം, നമ്മുടെ ഇക്കോസിസ്റ്റത്തിലുള്ള മറ്റ് എൻവയോൺമെന്റിലുള്ള മറ്റ് ജീവജാലങ്ങളെയൊക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. അതേപോലെ തന്നെ അവരെ മറ്റ് റിലീജിയൻ ആയാലും മറ്റ് ഹ്യൂമൻ ബീയിങ്സ് ആയാലും നമ്മുടെ സൊസൈറ്റിയിലുള്ള എല്ലാവരെയും നമ്മൾ ഒരുപോലെ കാണണം. ജാതി മതഭേദമന്യേ എല്ലാവരെയും ഒരുപോലെ കാണണം. അതേപോലെ തന്നെ നമ്മൾ ഫ്യൂച്ചർ ജനറേഷനുള്ള നീഡ്സ് കൂടി നമ്മൾ കൺസിഡർ ചെയ്തിരിക്കണം. അതായത് നമ്മൾ എന്തൊരു കോൺസെപ്റ്റിലാണ് പോകേണ്ടത്? വി ഹാവ് ബോറോഡ് ദ എർത്ത് ഫ്രം ദ അവർ ചിൽഡ്രൻ, അല്ലെ, നമ്മൾ നമ്മുടെ കുട്ടികളിൽ നിന്നാണ് ഈ ഭൂമി കടമെടുത്തത് എന്നൊരു മാനസികമായി നമ്മളത് ആ ഒരു രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, മുന്നോട്ട് പോവാൻ. സോ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ലാർജ് വിഷനാണ്. അതായത് നമ്മളുടെ ഇക്കോസിസ്റ്റം അതെല്ലാം ഡെവലപ്പ് ചെയ്തിരിക്കണം. പക്ഷെ നമ്മൾ എന്തുകൂടി കൺസിഡർ ചെയ്യാം? നമ്മുടെ കൂടെയുള്ള മറ്റ് ജീവജാലങ്ങൾ, ഈ ഭൂമിയിലുള്ള മറ്റ് സ്പീഷീസിനെയും കൺസിഡർ ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇനി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എഡ്യൂക്കേഷൻ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ it has been said that children not only will inherit responsibility of looking after the earth, but in many developed countries they comprise nearly half of the population. നമ്മൾ കുട്ടികളിലൂടെ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കുട്ടികളെയാണ് ഇത് പഠിപ്പിക്കേണ്ടത്, എങ്ങനെ നമ്മുടെ എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെ. പക്ഷെ അതിൽ പ്രധാനമായിട്ടും അതുകൊണ്ട് മാത്രമല്ല, കുട്ടികളെ പഠിപ്പിക്കണം എന്നത് മാത്രമല്ല, വേറൊരു കാര്യം പറയുന്നത്, നമ്മുടെ പോപ്പുലേഷനിൽ 50% വരുന്നത് കുട്ടികളാണ്. സോ എഡ്യൂക്കേഷൻ ഈസ് ദ മീൻസ് ടു അഡ്രസ് ദ കൺസേൺ ഓഫ് ചിൽഡ്രൻ ആസ് വെൽ ആസ് പ്രിപ്പയർ ദം ടു ബി ആർക്കിടെക്ട് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സോ നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? നമ്മുടെ കുട്ടികളിലേക്ക് അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. അതേപോലെ തന്നെ അവരെ നമ്മളൊരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആർക്കിടെക്ട് ആയിട്ട് മാറ്റാനും നമുക്ക് സാധിക്കണം. കൺസേൺസ് ഓഫ് ചിൽഡ്രൻ, അല്ലെ, ചിൽഡ്രൻസിന് അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണം. അതേപോലെ തന്നെ അവരെ ഫ്യൂച്ചർ നമ്മുടെ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ആർക്കിടെക്ട്സ് ആയിട്ട് അവരെ മാറ്റുകയും വേണം. അപ്പൊ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ്. എഫക്റ്റീവ് മീൻസ് ഓഫ് അറ്റൈനിങ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് എന്ത് എഡ്യൂക്കേഷൻ ആയിട്ട് അറിയപ്പെടുന്നത്. അത് നമ്മുടെ യൂത്ത് ആയാലും അവർക്കൊക്കെ എന്താ ആവശ്യമുണ്ട്? എഡ്യൂക്കേഷൻ. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ചുള്ള ഒരു എഡ്യൂക്കേഷൻ അത്യാവശ്യമാണ്. നമ്മുടെ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിസിബിൾ ആണ്, അല്ലെ.
അവിടെ ജോഗ്രഫിക്കൽ ഓർ ഐഡിയോളജിക്കൽ ബൗണ്ടറീസ് ഒന്നുമില്ല. അവിടെ അതിർത്തികളൊന്നുമില്ല. അവിടെ എന്താണ് എല്ലാം ഇക്കോസിസ്റ്റം എല്ലാം ഒന്ന്. ഭൂമി എന്ന് പറയുന്നത് ഒരു ഒറ്റ ഇതാണ്. അതിലുള്ള എല്ലാ ജോഗ്രഫിക്കൽ ഏരിയാസും അവിടെ ഒരു അതിർത്തിയൊന്നുമില്ല. എല്ലാ ജീവികൾക്കും മനുഷ്യനും മൃഗങ്ങൾക്കും ചെടികൾക്കും ഒക്കെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള സ്പേസ് ആണ് എൻവിയോൺമെന്റ് എന്ന് പറയുന്നത്. There is no purely scientific technological solution to environmental problems and pollution. A human or moral dimension is essential component to such solution. So, നമ്മുടെ പ്രകൃതിയിൽ വരുന്ന പ്രശ്നങ്ങൾ, എൻവിയോൺമെന്റൽ പ്രോബ്ലം അല്ലെങ്കിൽ പൊല്യൂഷൻ, ഇതിനൊരു സയന്റിഫിക് ആയിട്ടൊരു നമുക്ക് എന്തില്ല, റെമഡി ഇല്ല, ഇതിന്റെ സൊല്യൂഷൻ ഇല്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹ്യൂമൻ ഡയമെൻഷൻ അല്ലെങ്കിൽ മോറൽ ഡയമെൻഷൻ വളരെ അത്യാവശ്യമാണ്. ഈ പറഞ്ഞ സൊല്യൂഷൻ കണ്ടെത്താൻ മനുഷ്യൻ നമ്മളുടെ ഇടപാട്, നമ്മൾ ചെയ്യാതിരിക്കുക, നമ്മൾ പ്രകൃതിനെ നശിപ്പിക്കാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഫ്യൂച്ചറിൽ. സോ അതിൽ പൊല്യൂഷൻ തടയുക എന്നത് പറയുന്നത് ടെക്നിക്കലി നടക്കുന്ന കാര്യമില്ല. ആര് തന്നെ ഇടപെടണം? ഹ്യൂമൻ ബീയിങ്സ് തന്നെ അത് മുൻകൈ എടുത്ത് ചെയ്യണം. സോ എൻവിയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഷുഡ് ലീഡ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് ഇക്കോളജിക്കൽ എത്തിക്സ്, ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് മാൻ, സൊസൈറ്റി ആൻഡ് നാച്ചർ. സോ നമുക്കൊരു എൻവിയോൺമെന്റൽ എഡ്യൂക്കേഷൻ നമുക്ക് നൽകാൻ സാധിക്കും. അങ്ങനെ ജനങ്ങളുടെ മനോഭാവം, ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം വരും. ഇപ്പോൾ വേസ്റ്റ് കളയുക, പ്ലാസ്റ്റിക് ഉപയോഗിക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഉപേക്ഷിക്കാൻ സാധിക്കും. അതൊക്കെ മാറ്റി പ്രകൃതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇനി നമ്മൾ ഏത് തരത്തിലുള്ള എഡ്യൂക്കേഷൻ ആണ് വേണ്ടത് എന്നാണ് പറയുന്നത്. സോ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ ആണ് നമുക്ക് വേണ്ടത്. അതിലൂടെ നമുക്ക് കുട്ടികളിൽ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? കുട്ടികളിലൂടെ നമുക്കൊരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. സോ നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ആയിരിക്കണം നമ്മൾ നൽകേണ്ടത്. The kind of environmental education requires children to be involved with the larger community of adults. നമ്മൾ അവരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തുക, നമ്മുടെ അഡൾട്ട്സിന്റെ കമ്മ്യൂണിറ്റിയിൽ കൂടി ഉൾപ്പെടുന്ന രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അവർക്ക് കൊണ്ടുവരേണ്ടത്. അതേപോലെ തന്നെ അവരെ എന്തിലൂടെ പ്രാപ്തരാക്കണം? ഓൺഗോയിങ് മോണിറ്ററിങ് ഓഫ് ദെയർ എൻവിയോൺമെന്റ്, അല്ലെ? ആ എൻവിയോൺമെന്റ് മോണിറ്റർ ചെയ്യാനും അവർക്ക് സാധിക്കുന്ന രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ, എൻവിയോൺമെന്റൽ എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് നൽകണം. അതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ വരുന്നുണ്ട്? നമുക്ക് ഏതൊക്കെ എഡ്യൂക്കേഷൻ എങ്ങനെ കൊടുക്കാം? സോഷ്യൽ പ്രോബ്ലംസ് ആണെങ്കിൽ സോഷ്യൽ സ്റ്റഡീസിലും ജോഗ്രഫിയിലും നമ്മൾ പഠിക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ നോളേജിന് നമ്മൾ സിവിക്സ്, ഗവേണൻസ്, ഈസ്തറ്റിക് അപ്രീസിയേഷൻ ഓഫ് എൻവിയോൺമെന്റ് നമുക്ക് ആർട്ടിലൂടെ പഠിക്കുന്നുണ്ട്. ലോക്കൽ ഹിസ്റ്ററിയും കൾച്ചറും നമ്മൾ ഹിസ്റ്ററി ആൻഡ് സോഷ്യൽ സ്റ്റഡീസിൽ പഠിക്കുന്നുണ്ട്. നാച്ചുറൽ എൻവിയോൺമെന്റ് നമ്മൾ നാച്ചുറൽ സയൻസ് ആൻഡ് ജോഗ്രഫിയിലൂടെ പഠിക്കുന്നുണ്ട്. സോ നമ്മൾ ഇത് കൂടാതെ ഡിസൈറബിൾ എൻവിയോൺമെന്റൽ എഡ്യൂക്കേഷൻ കൂടി കുട്ടികൾക്ക് നൽകണം. എന്നാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൂടുതലായിട്ട് കുട്ടികൾക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ സാധിക്കും. അത് കുട്ടികളിലൂടെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നമുക്ക് സാധിക്കുക എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് എഡ്യൂക്കേഷൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു വൈഡ് സ്കോപ്പ് ആണെന്ന് പറയുന്നത്, അല്ലേ? ദാറ്റ് സച്ച് എഡ്യൂക്കേഷൻ ഹാസ് ഇന്റർ ഡിസിപ്ലിനറി നാച്ചർ. അവിടെ ഒരു വിഷയം, ഒന്നിലധികം സബ്ജക്റ്റുകൾ ഉൾപ്പെടുന്നതാണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് പ്രിപ്പയർസ് ലേണേഴ്സ് ഫോർ സ്ട്രെങ്തനിങ് ദി 3 പില്ലേഴ്സ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അതിൽ 3 പില്ലർ വരുന്നുണ്ട്: സൊസൈറ്റി, എൻവിയോൺമെന്റ്, ഇക്കോണമി. സോ ഈ 3 പില്ലറും സ്ട്രെങ്തൻ ചെയ്യുന്ന രീതിയിലായിരിക്കണം എന്താണ് ഈ പറയുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ എഡ്യൂക്കേഷൻ വരേണ്ടത്. ദിസ് റെപ്രസെന്റ്സ് എ ന്യൂ വിഷൻ ഓഫ് എഡ്യൂക്കേഷൻ. അപ്പം നമുക്ക് കുട്ടികൾക്ക് നൽകേണ്ട വിദ്യാഭ്യാസം ആ രീതിയിലായിരിക്കണം. എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കണം. which will prepare children to understand and address challenges such as poverty, inequality, marginalization. അതായത് കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും അറിയണം. അതായത് നമ്മുടെ പ്രകൃതിയെ പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമല്ല, such as inequality, സമൂഹത്തിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് കുട്ടികൾ അതിന്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കാനും കുട്ടികൾക്ക് സാധിക്കണം. അവരതെല്ലാം അതിൽ നിന്നൊക്കെ ഒഴിവാക്കാൻ, അല്ലേ? അതേപോലെ തന്നെ വേറെയും പ്രശ്നങ്ങൾ വരുന്നുണ്ട്. എക്സ്പ്ലോയിറ്റേഷൻ, വേസ്റ്റ്ഫുൾ കൺസംഷൻ, അല്ലെ? ചൂഷണം, എൻവിയോൺമെന്റൽ ഡീഗ്രഡേഷൻ, പോപ്പുലേഷൻ ഗ്രോത്ത്, അൺപ്ലാൻഡ് ആൻഡ് chaotic അർബനൈസേഷൻ, വ്യവസായവൽക്കരണം, ഇൻടോളറൻസ്, കോൺഫ്ലിക്റ്റ്, വാർസ്,
ഇതെല്ലാം അവർക്ക് അറിയാൻ സാധിക്കുന്ന രീതിയിലുള്ള ഈ ഭൂമിയിൽ വരുന്ന മറ്റുള്ള ഫ്യൂച്ചർ ജനറേഷന് വരുന്ന ഭീഷണികൾ ഇതെല്ലാം മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ ആയിരിക്കണം കൊടുക്കേണ്ടത്. അതാണ് എഡ്യൂക്കേഷൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ആണ് കുട്ടികൾക്ക് നൽകേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ യൂണിറ്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡെവലപ്മെന്റ് ഓഫ് എ കൺട്രി അല്ലെങ്കിൽ ടോട്ടൽ ഡെവലപ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മൾ എന്തുകൂടി ഉൾപ്പെടണം? അവിടെ നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് ഏതിലൂടെ വേണം? ഒരിക്കലും ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കോംപ്രമൈസ് ആവരുത്. ഏതിനു വേണ്ടിയിട്ട്? രാജ്യത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള ഡെവലപ്മെന്റ്. പലപ്പോഴും ഡെവലപ്മെന്റ് അങ്ങനെയാണ് സംഭവിക്കുന്നത് അല്ലെ? നമ്മുടെ നാച്ചുറൽ വെൽത്ത് ചൂഷണം ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഡെവലപ്മെന്റ് നടക്കുന്നത്. സോ അത് ഒഴിവാക്കണം എന്നാ പറയുന്നത്. സോ നമ്മൾ ഒരിക്കലും പ്രകൃതി അല്ലെങ്കിൽ നമ്മുടെ നാച്ചുറൽ വെൽത്ത് അതിൽ ഒരു പ്രശ്നം വന്നിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് പാടില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം പോപ്പുലേഷൻ, നമുക്ക് ഒരുപാട് പോപ്പുലേഷൻ അല്ലെ? നമ്മുടെ ലോകത്ത് തന്നെ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുന്നു. സോ പോപ്പുലേഷന്റെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നു? പ്രകൃതിനെ യൂട്ടിലൈസ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്ത് നോക്കണം? ഫ്യൂച്ചർ ജനറേഷൻ കൂടി നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? നമ്മുടെ നാച്ചുറൽ വെൽത്ത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സോ നമ്മൾ ഈ ടോപ്പിക്കിന്റെ പേര് വാല്യൂസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. സോ അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ വരും, വാല്യൂസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഓക്കെ.